പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൊലപ്പെടുത്തിയ കേസിൽ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കും 10-15 പ്രതികൾക്കുമാണ് എറണാകുളം പ്രത്യേക CBI കോടതി ജീവപര്യന്തം വിധിച്ചിരിക്കുന്നത്. പ്രതികൾക്ക് 2 ലക്ഷം രൂപ പിഴയും ചുമത്തിയിട്ടുണ്ട്. വിധി CPM-നും വലിയ തിരിച്ചടിയാണ്. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനടക്കം 4 CPM നേതാക്കൾക്ക് 5 വർഷം തടവും 10,000 രൂപ പിഴയും കോടതി വിധിച്ചു. പ്രതികാരത്തിനായി നടത്തിയ കൊലപാതക ഗൂഢാലോചനയെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, കേരളം കാത്തിരുന്ന വിധിയാണ്. ഈ വിധിയിൽ ആദ്യത്തെ 10 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. CPM മുൻ MLA അടക്കം 4 പേർക്ക് 5 വർഷം തടവുമാണ് വിധിച്ചിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങൾ എന്താണ്? വിധിയുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ സുപ്രധാന പരാമർശങ്ങൾ എന്താണ്? സ്മൃതി, കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേരടക്കം 10 പ്രതികൾക്കാണ് ഇരട്ട ജീവപര്യന്തവും 2 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരിക്കുന്നത്. അതായത് ഒന്നാം പ്രതിയായ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, സജി C. ജോർജ്, KM സുരേഷ്, K. അനിൽകുമാർ, ഗിജിൻ, R. ശ്രീരാഗ്, A. അശ്വിൻ, സുബീഷ് എന്നീ 8 പ്രതികൾ. അതോടൊപ്പം തന്നെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത 10-ാം പ്രതിയായ T. രഞ്ജിത്ത്, 15-ാം പ്രതി A. സുരേന്ദ്രൻ എന്നിവർക്കാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം CBI പ്രതി ചേർത്ത KV കുഞ്ഞിരാമൻ MLA അടക്കം 4 പേരെയും കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. ഇവർ ഈ 2-ാം പ്രതിയായ സജി C. ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ചു എന്നുള്ളതാണ് ഇവർക്കെതിരായ കുറ്റം. ഈ കുറ്റത്തിനാണ് ഈ 4 പേർക്ക്, അതായത് 14-ാം പ്രതിയായ CPIM ഉദുമ മുൻ ഏരിയ സെക്രട്ടറി K. മണികണ്ഠൻ, 20-ാം പ്രതിയായ മുൻ MLAയും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ, 21, 22 പ്രതികളായ പാക്കം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി, മുൻ ലോക്കൽ കമ്മിറ്റി അംഗം KV ഭാസ്കരൻ എന്നിവരെ 5 വർഷം തടവിനും 10,000 രൂപ പിഴയും ശിക്ഷിച്ചിരിക്കുന്നത്. തെളിവ് നശിപ്പിച്ചു, പ്രതികളെ സഹായിച്ചു എന്നിവയാണ് ഇവർക്കെതിരായ കുറ്റം. ഇതിൽ കോടതിയിൽ ഈ ശിക്ഷയിന്മേലുള്ള വാദം നടക്കുമ്പോൾ പ്രതിഭാഗം അഭിഭാഷകനായ CK ശ്രീധരൻ പരമാവധി ചെറിയ ശിക്ഷ മാത്രം പ്രതികൾക്ക് നൽകണം, ഇതിന് നിരവധി കേസുകളും അദ്ദേഹം ഉദാഹരിച്ചിരുന്നു, അത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. എന്തായാലും കോടതി അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നൊരു നിലപാടിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത 8 പേർക്കും അതോടൊപ്പം ഗൂഢാലോചനയിൽ പങ്കെടുത്ത 2 പേർക്കും ഈ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. മുഴുവൻ പേരും CPIM പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമാണ്. ഈ വിചാരണ നേരിട്ട 10 പ്രതികളെ നേരത്തെ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തിരുന്നു. ഇതിലെന്തായാലും ഈ നിയമപോരാട്ടം ഇനിയും തുടരും എന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് ഈ 10 പ്രതികളെയും ശിക്ഷിക്കണം, മാത്രവുമല്ല ജീവപര്യന്തമല്ല വധശിക്ഷ തന്നെ നൽകണം എന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ ശിക്ഷിച്ച കോടതി നടപടിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുന്ന പ്രതിഭാഗവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൽ KV കുഞ്ഞിരാമൻ MLA അടക്കമുള്ള 4 പേർക്കെതിരെ നിർണായക തെളിവായത് 2 പേരുടെ മൊഴിയാണ് എന്ന് കോടതി പറയുന്നുണ്ട്. ഇവരെ പ്രത്യേകം കോടതി അഭിനന്ദിക്കുന്നുമുണ്ട്. ഒരു മാധ്യമപ്രവർത്തകനായ മാധവൻ, അതോടൊപ്പം തന്നെ ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ ASI മനോജ് എന്നിവരെയാണ് കോടതി പ്രത്യേകം അഭിനന്ദിച്ചത്. അതായത് 2-ാം പ്രതിയെ സജി C. ജോർജ് ഒളിവിലായ ദിവസം, അതായത് ഈ കൊലപാതകം നടന്നതിന് തൊട്ടടുത്ത ദിവസം ഈ സജി C. ജോർജ് ഒരു സ്വന്തം വാഹനത്തിൽ പാക്കം എന്ന സ്ഥലത്ത് ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഈ മാധ്യമപ്രവർത്തകനായ മാധവന് വിവരം ലഭിക്കുന്നു. മാധവൻ നേരിട്ട് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം ഈ സജി C. ജോർജിന്റെ വാഹനമടക്കം അദ്ദേഹം ഫോട്ടോ എടുത്ത് സുഹൃത്തുകൂടിയായ ASI മനോജിന് അയച്ചു നൽകുന്നു. തുടർന്ന് ASI മനോജ് ഒരു സംഘം പോലീസുകാരെയും കൂട്ടി അവിടെ എത്തുന്നു. അവിടെ വെച്ച് സജി C. ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അപ്പോഴാണ് KV കുഞ്ഞിരാമൻ അടക്കമുള്ള CPM നേതാക്കൾ അവിടെ എത്തി ഈ സജി C. ജോർജിനെ ബലമായി തന്നെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കുന്നത്. എന്തായാലും ഇത് പിന്നീട് കോടതിയിൽ ഈ കേസ് കോടതിയുടെ പരിഗണനയിലെത്തിയപ്പോൾ ഈ മാധ്യമപ്രവർത്തകനായ മാധവനും അതോടൊപ്പം തന്നെ ASI മനോജും അവരുടെ മൊഴികളിൽ ഉറച്ചു നിന്നു. കൃത്യമായ മൊഴി തന്നെ കോടതിക്ക് നൽകുകയും ചെയ്തു. ഇത് അഭിനന്ദനാർഹമാണ് എന്ന് കോടതി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 2 ചെറുപ്പക്കാരുടെ ജീവിതമെടുത്ത ക്രൂരമായ കൊലപാതകം എന്നും കോടതി വിശേഷിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരു കേരള രാഷ്ട്രീയം കാത്തിരുന്ന ഒരു നിർണായക വിധിയാണ് ഇന്നുണ്ടായത്. 20 മാസങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. ആകെ 24 പ്രതികളായിരുന്നു പ്രതിപ്പട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 14 പേർ കുറ്റക്കാരാണ് എന്ന് കോടതി നേരത്തെ കണ്ടെത്തി. ഇതിൽ 10 പേർക്ക് ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 4 പേരെ കോടതി 5 വർഷം തടവിനും ശിക്ഷിച്ചു. മറ്റ് 10 പേരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. സ്മൃതി. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദമായ വിവരങ്ങൾ തന്നെ നൽകിയിരിക്കുന്നത്.